ഇറക്കുമതി തീരുവ 15% വീണ്ടും ഉയർത്തി ട്രംപ്. ഇറക്കുമതി തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച US സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ കോടതി വിധി മറികടക്കുന്നതിനായി 1974 ട്രേഡ് ആക്ടിലെ സെഷൻസ് 122 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് ആഗോള തീരുവ 15% ഉയർത്തിയതായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഏറ്റവും ഒടുവിൽ തീരുവ 10% അതിനുശേഷമാണ് പുതിയ പ്രഖ്യാപനം. ദേശീയ അടിയന്തരാവസ്ഥ നിയമം ഉപയോഗിച്ച് തീരുവ ഉയർത്തിയത് ട്രംപിന്റെ അധികാര പരിധിക്ക് പുറത്തുവരുന്ന കാര്യമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനെ തമാശയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പുതിയ വഴിയിലൂടെ ട്രംപ് വീണ്ടും താരിഫുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. പുതിയ നിയമം അനുസരിച്ച് ഫെബ്രുവരി 24 മുതൽ പുതിയ തീരുവകൾ നിലവിൽ വരുമെന്നാണ് കരുതുന്നത്. അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ തമ്മിലുള്ള പ്രധാന കൂടിക്കാഴ്ച ഈ ആഴ്ച വാഷിംഗ്ടണിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. സന്ദർശനം മാറ്റിവയ്ക്കുവാൻ ഇരുപക്ഷവും ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ടെന്നും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വിലയിരുത്തിയ ശേഷം പരസ്പരം സൗകര്യപ്രദമായ തീയതികൾ തീരുമാനിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. നിർദ്ദിഷ്ട ഇടക്കാല ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ നിയമപരമായ പാഠം അന്തിമമാക്കുന്നതിനാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ചീഫ് നെഗോഷിയേറ്റർ ദർപ്പൺ ജെയിനിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീനുമായി ചർച്ചകൾക്കായി US തലസ്ഥാനത്തേക്ക് പോകാനിരിക്കെയായിരുന്നു ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.